4 ദിനങ്ങൾ മാഞ്ഞുപോയത് ഞാൻ അറിഞ്ഞില്ല. കണ്ണിനു മുൻപിൽ ഇന്നും അനന്തവും ശൂന്യവുമായ കടൽ മാത്രം. ആദ്യ ദിനങ്ങളിൽ ചക്രവാളത്തിലേക്ക് കണ്ണും മറ്റ് കപ്പലുകളെ തിരയുകയായിരുന്നു ഞാൻ. എൻ്റെ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ഉപ്പുകാറ്റിനെ ഭേദിച്ചുകൊണ്ട് ഞാൻ പലകുറി നിലവിളിച്ചു. എന്നാൽ തിരമാലകളുടെ നിരന്തരമായ ഇരമ്പലിൽ എൻ്റെ ശബ്ദം നേർത്തതായി, ഒടുവിൽ നിശബ്ദമായി. എൻ്റെ നിലവിളികൾ നിലച്ചുപോയത് കേവലം ക്ഷീണം കൊണ്ടല്ല. അതിനൊരു കാരണം ഈ ദ്വീപ് തന്നെയാണ്. കൺമുന്നിൽ തിരകളിൽ താഴ്ന്നുപോയ സഹയാത്രികരെക്കുറിച്ചുള്ള വേദനയും അങ്ങ് ദൂരെ എന്നെയും കാത്തുനീറുന്ന ഉറ്റവരെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം എന്നിൽ നിന്ന് പതിയെ അകന്നു പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. പകരം ഈ ലോഹഭൂമിയുടെ നിഗൂഢതകൾ എൻ്റെ മനസ്സിനെ കീഴടക്കി തുടങ്ങിയിരിക്കുന്നു. ഇതൊരു സാധാരണ മണ്ണല്ലെന്ന് ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കി. രക്ഷപ്പെടാനുള്ള വെമ്പലിനേക്കാൾ ഈ ലോഹഭൂമിയുടെ നിഗൂഢതകളിലേക്കാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ദ്വീപിൻ്റെ മധ്യഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിനു മുകളിൽ എപ്പോഴും ഒരുതരം ഇളം പുക അല്ലെങ്കിൽ മൂടൽമഞ്ഞ് കാണാം. പക്ഷികൾക്ക് സമാനമായ ചില ജീവികൾ ആകാശത്ത് പറക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് ചിറകുകളില്ല. മറിച്ച് ശരീരത്തോട് ചേർന്നുള്ള ഒരുതരം നേർത്ത പാളികൾ ഉപയോഗിച്ചാണ് അവ വായുവിൽ തെന്നി നീങ്ങുന്നത്. അവ ഉണ്ടാക്കുന്ന ശബ്ദം മനുഷ്യൻ്റെ മുരൾച്ച പോലെ ഭയാനകമാണ്. രാത്രിയാകുമ്പോൾ ഈ ദ്വീപ് മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. പകൽ നീല നിറത്തിൽ കണ്ട സസ്യങ്ങളെല്ലാം രാത്രിയിൽ ഒരു നേർത്ത വെള്ളി വെളിച്ചം പുറപ്പെടുവിക്കുന്നു. നിലാവില്ലാത്ത രാത്രിയിലും എനിക്ക് വഴി നടക്കാൻ ഈ വെളിച്ചം സഹായകമാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ഭയം നിറയുന്നു.